യഥാർത്ഥത്തിൽ മതബോധമാണ് എന്ന് ഏത് ഒരു അന്വേഷകനും സമ്മതിക്കേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യം പരിശോധനയോടെ ബോധ്യപ്പെടാൻ വളരെ എളുപ്പമാണ്. രാജ്യത്ത് മറ്റൊരു സ്ഥലത്ത് മുസ്ലിം സമൂഹത്തിന് ഈ ഒരു ഗതിയല്ല ഉള്ളത്. നേരെ മറിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഭദ്രമായ സാംസ്കാരിക അടിത്തറയുണ്ട്. ആ അടിത്തറ അവർക്ക് നേടാൻ കഴിഞ്ഞത് മതപരമായി അവർക്ക് പഠിക്കുവാനും അതുവഴി ഉയരുവാനും അവസരം ഉണ്ടാക്കി കൊടുത്ത മഹത്തുക്കളുടെ പ്രവർത്തനം മൂലമാണ്. നമ്മുടെ കേരളത്തിൽ ഏതൊരാൾക്കും ശരിക്കും മതപരമായ ബോധം ഉൾക്കൊള്ളത്തക്ക വിധമുള്ള ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതിനുവേണ്ടി പ്രവർത്തിച്ചവർ, പരിശ്രമിച്ചവർ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവർ, ആ മഹത്തുക്കളായ നേതാക്കളെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. പക്ഷെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ ഒരു വസ്തുത, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്രമേൽ സ്ഥാനം ഉള്ള ഒരു പ്രസ്ഥാനമായി മാറിയ ജനമനസ്സുകളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഇത്ര വലിയ സ്ഥാനമുണ്ടായത് 2-3 കാരണങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമതായി, ജനമനസ്സുകളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാനം പിടിക്കാനുള്ള കാരണം നമ്മുടെ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ മഹത്വം. ഏതൊരു പ്രസ്ഥാനത്തെയും വളർത്തുന്നതിന്റെ ആദർശ മഹിമയാണ്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദർശം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേർപ്പാതയാണ്. അതുകൊണ്ട് തന്നെ ആ നേർപ്പാത അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെ ജനങ്ങൾ ശരിക്കും അംഗീകരിച്ചു. അതോടൊപ്പം തന്നെ അതിപ്രധാനമായി എടുത്തു ധരിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിനെ നയിച്ച മഹാത്മാക്കളുടെ ജീവിത വിശുദ്ധി. ആ ജീവിത വിശുദ്ധിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഇന്ന് കാണുന്ന മഹത്തായ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ആ വിശുദ്ധി എപ്പോൾ നഷ്ടപ്പെടുന്നുവോ സ്വാഭാവികമായും അതിന്റെ മഹത്വം നഷ്ടപ്പെടും. ഇസ്ലാം ദീൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്തുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന സമയത്ത് ഈ മണ്ണിൽ പോലും ഒരു വിശുദ്ധിയും ഒരു പവിത്രതയും നബി തങ്ങൾ കാഴ്ചവെച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആളുകളെ ഈ പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ ശൈലിയല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യമാകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്ന ആ കാലഘട്ടത്തിലായിരുന്നു ശത്രുക്കളായ ആളുകൾ ഇസ്ലാമിനെ വളരെയധികം എതിർക്കുകയും ആക്ഷേപിക്കുകയും നബിതങ്ങളെ വരെ ആക്ഷേപിക്കുകയും ചെയ്തിരുന്ന ആളുകൾ ഒരു നിലക്കും ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറല്ല നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ ഇസ്ലാമിലേക്ക് വരാൻ ഒരു ചെറിയ സാഹചര്യം അവരുടെ അന്ധവിശ്വാസം മൂലം ഉണ്ടായത്. എങ്ങനെയാണ് നബിതങ്ങൾ നേരിട്ടത് എന്ന് ചരിത്രം പറയുന്നത്. അന്ന് ഒരു ഗ്രഹണം, സൂര്യഗ്രഹണം ബാധിച്ചപ്പോൾ, ഗ്രഹണം ബാധിച്ചാൽ അത് ദൈവം ദുഃഖിക്കുകയാണെന്നും ദൈവം ദുഃഖിക്കണമെങ്കിൽ ഭൂമിയിൽ അതനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്നുമാണ് അവരുടെ വിശ്വാസം. ഇവിടെയും മദീനയിലുമൊക്കെ ജീവിച്ചിരുന്ന പൂർവ്വകാല ഖുറൈശികൾക്കുള്ള അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു ആ ധാരണ. അങ്ങനെ സൂര്യഗ്രഹണം ഉണ്ടായ സന്ദർഭത്തിൽ അവർ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രൻ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർ ധരിച്ചു ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടത് കൊണ്ടാണ് ഈ ഗ്രഹണം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ മുഹമ്മദ് ചില്ലറക്കാരനല്ല. കാരണം മുഹമ്മദിന്റെ മകൻ മരിച്ചപ്പോൾ മുഹമ്മദിന്റെ മകന്റെ മരണകാരണത്താൽ ഇവിടെ ഗ്രഹണമുണ്ടായല്ലോ. അതുകൊണ്ട് മുഹമ്മദ് ചില്ലറക്കാരനല്ല, മുഹമ്മദ് അംഗീകരിക്കപ്പെടേണ്ട വ്യക്തിയാണെന്നൊരു തോന്നൽ അവരിലുണ്ടായി. അതുകൊണ്ട് തന്നെ അവർ ഒരു സംഘമായി വന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് അവർ വിശ്വസിക്കാൻ തയ്യാറായി. അവർ വിശ്വസിക്കാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ നബിത്തങ്ങൾ ഒന്നും മിണ്ടാതിരുന്നാൽ മതി, മൗനം പാലിച്ചാൽ മതി, ഒന്നും പറയണ്ട. കാരണം അവരെ വിശ്വാസം നബിത്തങ്ങളുടെ മകൻ മരിച്ചത് കൊണ്ടാണ് ഈ ഗ്രഹണം ഉണ്ടായിട്ടുള്ളത് എന്നാണ്. നബിത്തങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ മതി, ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ആ അന്ധവിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് അവർ ഇസ്ലാമിലേക്ക് വരേണ്ടതില്ല. അങ്ങനെ ആളെ കൂട്ടേണ്ട ഏർപ്പാടല്ല ഈ മതം. സത്യം മാത്രം തുറന്നു പറഞ്ഞുകൊണ്ട് അത് വിശ്വസിക്കുമ്പോൾ മാത്രമേ ഇസ്ലാമിലേക്ക് ആൾ വരേണ്ടതുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് ആ ഒരൊറ്റ സംഭവത്തിലൂടെ നബിത്തങ്ങൾ തെളിയിച്ചു. നബിത്തങ്ങൾ പുറത്തു വന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വരാം. പക്ഷേ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം, ഈ ഗ്രഹണമുണ്ടായത്, സൂര്യഗ്രഹണമുണ്ടായത് എന്റെ കുട്ടി മരിച്ചിട്ടാണെന്ന ധാരണയാണ് നിങ്ങൾക്കുള്ളത്. എന്റെ കുട്ടി മരിക്കുമ്പോൾ ഗ്രഹണമുണ്ടാകാൻ ഞാൻ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളാണ്, അല്ലെങ്കിൽ ഞാൻ മഹാനാണെന്ന് നിങ്ങൾക്ക് തോന്നി. ആ ധാരണ നിങ്ങൾ തിരുത്തണം. നബിത്തങ്ങൾ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാ ലാ യൻഖസിഫാനി ബിമൗതിൻ വലാ ബിഹയാ.
ഇന്ന ശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ല, സൂര്യനും ചന്ദ്രനും എന്ന് പറയുന്ന രണ്ട് സംഗതികളും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. അതൊരിക്കലും ഒരു മനുഷ്യന്റെ ജീവിതവുമായോ മരണവുമായോ ബന്ധപ്പെട്ട ലാ യൻകസിഫാനി മൗത്തി വലാ ഹയാത്തി, ഒരു ജനനം കൊണ്ടോ ഒരു മരണം കൊണ്ടോ അതിന് ഗ്രഹണം ബാധിക്കില്ല എന്ന് നബിത്തങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി. ഈ ഒരു ശൈലി നിങ്ങൾ നോക്കി, ഈ ഒരു ശൈലിയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുന്ന എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങൾ, അല്ലെ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ, ഇവിടെ നബിത്തങ്ങൾ ഒന്ന് മൗനം പാലിച്ചാൽ എത്രയോ ആളുകളെ ഇസ്ലാമിലേക്ക് കിട്ടുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് നബിത്തങ്ങൾ അത് വേണ്ടാന്ന് വെച്ചു? വ്യാജം പ്രചരിപ്പിച്ചുകൊണ്ട്, തെറ്റ് പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളെ കൊണ്ടുവരേണ്ട ഏർപ്പാട് ഇസ്ലാമിലില്ല. അത് ചെയ്യാൻ പാടില്ല. സത്യസന്ധതയിലൂടെ മാത്രമേ ഇസ്ലാമിലേക്ക് ആളുകളെ കൂട്ടാൻ പാടുള്ളൂ. ഒരു പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അത് ദീനി പ്രസ്ഥാനമാകും. അതിന്റെ മുഖമുദ്ര സത്യസന്ധതയായിരിക്കണം. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. കാരണം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ റഹീസുൽ മുഹഖിഖീൻ മഹാനവർകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിത ശൈലി നിങ്ങൾക്കറിയാമല്ലോ. കണ്ണിയത്ത് ഉസ്താദിന്റെ ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത്, ആ മഹാനായ മനുഷ്യൻ സത്യസന്ധതയോടുകൂടി മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യൂ. യാതൊരു കളങ്കവും കാപ്പട്യവും മേശാത്തൊരു മനുഷ്യൻ. അതുകൊണ്ട് ജനങ്ങളൊക്കെ അദ്ദേഹത്തെ വിശ്വസിച്ചല്ലോ. ആ ഒരു വഴിക്ക് വന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ചില ആളുകൾ ചെയ്ത പ്രവർത്തനം ഇപ്പോഴിതാ പരസ്യമായി പുറത്തു വരും. അവര് നേരത്തെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തിലുള്ള സംശയം നമ്മൾ നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. കാരണം ജനങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ അളവറ്റ് സ്നേഹിക്കുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ. റസൂലുള്ള സാധാരണക്കാരനല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മഹത്വം അംഗീകരിക്കുന്നവരാണ് അഖ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റേത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുതയോ അവതരിപ്പിച്ചാൽ ജനങ്ങൾ അത് പൂർണ്ണമായി അംഗീകരിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. ആർക്കും അതിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ആധാറുകൾക്ക് വലിയ ബഹുമാനം കൽപ്പിക്കുന്ന ആളുകളാണ് നമ്മൾ. ആധാറുകളുടെ ബഹുമാനം അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഇവരൊരു സുപ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൈമാറ്റം നടത്തുകയാണ് ഒരു സമ്മേളനത്തിൽ. ആ കൈമാറ്റ പ്രക്രിയയിൽ തന്നെ കളവ് വളരെ വ്യക്തമായി കേൾക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടു. കാരണം ഒരു സാധനം കൈമാറുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അതിന്റെ വെള്ളം മുക്കിക്കൊടുത്ത് ജനങ്ങളെ ശരിക്കും വിശ്വാസത്തിന്റെ പേരിൽ ഇത് ഉപയോഗപ്പെടുത്തി അവർക്ക് പുണ്യം നൽകണം എന്ന ഉദ്ദേശമാണ് ഉള്ളത് എങ്കിൽ ആ സാധനം എവിടുന്ന് കിട്ടി, അതെങ്ങനെ കടന്നു വന്നു എന്ന് ജനങ്ങളെ ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കടമ അവർക്കുണ്ട്. ആ ചോദ്യം വരും എന്നതുകൊണ്ട് തന്നെ അവർ ഒരു സനദ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പട്ടിക വായിച്ചു. ആ പട്ടിക വായിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചു ആളുകൾ. വായിച്ചത് ഒരു വ്യക്തിയുടെ കുടുംബ പരമ്പരയാണ്. അത് കൊണ്ടുവന്ന് കൊടുത്ത ഒരു വ്യക്തിയുടെ കുടുംബ പരമ്പര. ഒരു സാധനം കൈമാറുമ്പോൾ ഇത് എവിടുന്ന് കിട്ടി എന്ന ചോദ്യത്തിന് ഇത് കൊടുക്കുന്ന ആളുടെ കുടുംബ പരമ്പര പറഞ്ഞിട്ട് എന്താ ഫലം? ഇവരതിന് പേരിട്ടു, അതാണ് സനദ് അഥവാ കൈമാറ്റ പരമ്പര. ഇന്ന വഴിക്ക് കടന്നു വന്നതാണെന്ന് അവർ വാദിച്ചു. പക്ഷെ അത് കണ്ടുപിടിച്ച് ഇന്നത്തെ ആധുനികത്തിൽ അവിടെ ആ പരിപാടി തന്നെ പൂർണ്ണമായി കാസറ്റ് ചെയ്ത് അത് വെച്ചുകൊണ്ട് അവരോട് ചോദിച്ചു, ഇത് ഈ വ്യക്തിയുടെ കുടുംബ പരമ്പരയാണല്ലോ വായിക്കുന്നത്, ഇത് ഇയാൾക്ക് മുടി കിട്ടിയത് എവിടുന്ന് എന്നത് നബിത്തങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ഒരു പരമ്പര ഇതിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരാദ്യം പറഞ്ഞു അത് തന്നെയാണ് സനദ്, അത് തന്നെയാണ് സനദ് എന്ന് പറഞ്ഞു. നമ്മളെ പത്രക്കാർക്ക് വരെ സനദ് എന്ന പദം കാണാപ്പാടമായി പോയി. പിന്നീട് അവർ സമ്മതിക്കേണ്ടി വന്നു അത് സനദല്ല, അത് കുടുംബ പരമ്പരയാണ്. അതിനുശേഷം നമ്മൾ ചോദിച്ചു എവിടെയാണ് എന്നാൽ അതിന്റെ കൈമാറ്റ പരമ്പര? അതിനവരെന്ന് മറുപടി പറഞ്ഞു ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട്. വേറൊരു പ്രഭാഷകൻ പറഞ്ഞു എന്റെ കീശയിലുണ്ട്. അവസാനം പത്രക്കാർ തന്നെ ഇവരെ ഇരുത്തി ചോദിച്ചപ്പോൾ അവർ ഉത്തരം മുട്ടിയിട്ട് പറഞ്ഞു അതിന്റെ അടിയാധാരം അബൂദാബിയിലാണ്, ഞങ്ങളെ കയ്യിലില്ല. പച്ച കളവ് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മധ്യത്തിൽ അവകാശം. ഒരു പണ്ഡിത സഭയ്ക്ക് ഇത് യോജിച്ചതാണോ? നിങ്ങൾ ചിന്തിക്കുക. ഈ പ്രവർത്തനം ഒരു പണ്ഡിത സഭയ്ക്ക് അനുയോജ്യമായിരുന്നുവോ? ഒരു പണ്ഡിത സഭയ്ക്ക് ഒരിക്കലും യോജിക്കാത്ത ഈ പ്രവർത്തനം ചെയ്തുകൊണ്ട് അവർ സമൂഹത്തിൽ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് സമൂഹത്തിന്റെ പണം വാങ്ങി എത്രയോ ആളുകൾക്ക് ആ വെള്ളം മുക്കി കൊടുത്തു. സമ്മേളന വിജയത്തിന് വേണ്ടി അത് പ്രചരിപ്പിച്ചു. ആ സമ്മേളന വിജയം അതിലൂടെ തന്നെ ഉണ്ടാക്കാൻ അവർ പലതരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തി. അന്നേ നമ്മൾ പറഞ്ഞു ഈ മുടി കള്ളമുടിയാണ്, അത് വ്യാജമാണ് എന്ന് പറഞ്ഞു. അന്വേഷണത്തിന്റെ ഒടുവിൽ നാം കണ്ടെത്തി അത് ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും ഇക്ബാൽ ജാലിയവാല എന്ന് പറയുന്ന വ്യക്തിയെ സ്വാധീനിച്ചുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് ഇയാളുടെ സ്ഥാപനത്തിലെ ചില കുട്ടികൾ മുഖേന ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുവന്നതാണ്. ഇക്ബാൽ ജാലിയവാലയുടെ കഥ പറയുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ ഒരുപാട് പുരാവസ്തുക്കളുടെ. മുഹിദ്ദീൻ ശൈഖ് തങ്ങളെ താടി വരെ അയാളുടെ കയ്യിൽ.
അയാളുടെ കയ്യിൽ ഇല്ലാത്ത പുരാവസ്തുക്കളൊന്നുമില്ലാതെ കച്ചവടക്കാരനാണ്. അയാളൊരു ആലിമല്ല. ഒരു ആക്രിക്കട നടത്തുന്ന പോലെ ഇത്തരം പുരാവസ്തുക്കളൊക്കെ വെച്ചിട്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു ഏർപ്പാടാണ്. ഇയാൾ ബോംബെയിൽ ഒരു പണ്ഡിതനായി ഒരിക്കലും അറിയപ്പെടുന്നില്ല. അയാളെ കുറിച്ച് ശരിക്കും പഠിച്ചു നോക്കൂ. അയാളുമായി ഈ മുടി കൊണ്ട് നടക്കുന്ന വ്യക്തി മാന്യദേഹം കൂടുതൽ ബന്ധപ്പെട്ടിട്ടില്ല. സ്ഥാപനത്തിലെ ഒരു കുട്ടിയുടെ കയ്യിൽ ഈ സാധനം കണ്ടപ്പോൾ അതുമായി കയറിപ്പിടിച്ച് ഇതൊരു ഏർപ്പാടാക്കാമല്ലോ എന്നു കരുതിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഏർപ്പാട് പരസ്യമായി ജനസമൂഹത്തിന് മുമ്പിൽ വെച്ചത്. ജനങ്ങൾ കണ്ണിയത്തുസാദിന് കൊടുക്കുന്ന അംഗീകാരം, ശംസുലമക്ക് കൊടുക്കുന്ന അംഗീകാരം ഒരിക്കലും ഇവർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ അംഗീകാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ ചൂഷണം ചെയ്യാനാണ് തീരുമാനിച്ചത്. എത്രയോ വേദികളിൽ ഇതിന്റെ പരമ്പര വേണമെന്ന് പറഞ്ഞിട്ട് അവസാനം അവർ ചില യുവ പ്രാസംഗികർ ഇറക്കി അതിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോഴൊക്കെ ഇദ്ദേഹത്തിന്റെ മഹത്വം പ്രസംഗിച്ചു. ഈ മുടിയെക്കുറിച്ചോ ഇത് എവിടുന്ന് വന്നു എന്നതിനെ കുറിച്ചോ ഒന്നും അവർ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഗൗരവതരമായി ചോദിച്ചപ്പോഴൊക്കെ അവർ ഒഴിഞ്ഞു മാറി. വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചപ്പോഴും ഒഴിഞ്ഞു മാറി. അവസാനം അവരിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ചില്ലറ സംശയം ജനിച്ചു തുടങ്ങിയിരുന്നു നേരത്തെ തന്നെ. നമ്മൾ ആ സംശയം ശരിക്കും ബോധ്യപ്പെട്ട ഒരു സന്ദർഭം ഒന്ന് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. എല്ലാ കവലകളിലും എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണപ്രദേശങ്ങളിലും ഒക്കെ അവർ ഒരു ബോർഡ് വെച്ചിരുന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. ആ ബോർഡിൽ മുഴുവൻ അവർ എഴുതിയിരുന്ന ഒരു വാചകൻ തിരുകേശത്തിന് ഒരു ഉത്തമ കേന്ദ്രം എന്നാണ് എഴുതി. അങ്ങനെയാണല്ലോ എഴുതിയിരുന്നത്, തിരുകേശത്തിന് ഒരു ഉത്തമ കേന്ദ്രം. മാത്രമല്ല അവർ പത്രക്കാരോടും അതുപോലെ തന്നെ പൊതുജനങ്ങളോടും പറഞ്ഞത് തിരുകേശ പള്ളി എന്നാണ്. അതിനു വേണ്ടിയാണ് പിരിവെടുത്തത്, അതിനു വേണ്ടിയാണ് അവർ കോടികൾ പിരിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പൊതുസമ്മേളനം നടത്തി പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞത്. മുടിവെക്കാൻ പള്ളി എന്നാണ് പരസ്യമായി അവർ പറഞ്ഞത്. അവസാനം ചരിത്രത്തിൽ ആദ്യമായി ഒരു തറക്കല്ലിട് നമ്മൾ കണ്ടു. അത്ഭുതകരമായ തറക്കല്ലിൽ, ഭൂമി ഇല്ലാത്തൊരു തറക്കല്ലിട്. ദുനിയാവിൽ അങ്ങനത്തെ ഒരു തറക്കല്ലിട് ഇതുവരെ ഉണ്ടായില്ല. ഭൂമി ഇല്ലാതെ വായുവിലൊരു തറക്കല്ലിട്. ആ തറക്കല്ലിട്ടപ്പോൾ കണ്ട ഏറ്റവും വലിയ അത്ഭുതം അതായിരുന്നില്ല. തറക്കല്ലിടുന്നതിന്റെ തലേ ദിവസം വരെ പത്രത്തിൽ ന്യൂസ് വന്നത് എന്താ നിങ്ങൾ ശ്രദ്ധിച്ചോ? തിരുകേശപ്പള്ളിക്ക് തറക്കല്ലിടുന്നു, മസ്ജിദ് ഷഹറെ മുബാറക് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഷഹറെ മുബാറക് മസ്ജിദിന് തറക്കല്ലിടുന്നു, പത്രത്തിൽ അങ്ങനെ വാർത്ത. പക്ഷെ തറക്കല്ലിട്ടപ്പോ പേരങ്ങ് പോയി. തറക്കല്ലിടുന്നതോടുകൂടി പേര് പോയി. ആ പള്ളിയുടെ പേര് ഷഹറെ മുബാറക് എന്നായി മാറി. ആ സന്ദർഭത്തിൽ എന്താ കാരണം? തലേ ദിവസം വരെ തിരുകേശ പള്ളി, ഷഹർ മുബാറക് ഒക്കെ ഉണ്ട്. ഷഹർ മുബാറക്, തിരുകേശം എന്നുള്ള പദങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തറക്കല്ലിട്ട സമയത്ത് പേര് മാറി, മസ്ജിദുൽ ആസാർ. ഷഹറും പോയി, മുബാറക്കും പോയി, തിരുകേശവും പോയി, ഒക്കെ പോയി. എന്തായി? അറബിയിൽ ഒരു പേരിട്ടു, മസ്ജിദുൽ ആസാർ. അതെന്തുകൊണ്ട് സംഭവിച്ചു? ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ സുന്നി വേലസംഘത്തിന്റെ സംസ്ഥാന നേതാവ് എന്ന് അവകാശപ്പെടുന്ന ഒരാള്, അയാളും കുറച്ച് ആളുകളും അതിനെതിരെ ഇടഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അതുപോലത്തെ കുറച്ച് ആളുകൾ പരസ്യമായി അന്ന് തന്നെ ഇയാളുടെ മുമ്പിൽ അവതരിപ്പിച്ചു, ഇത് റസൂലുള്ളാഹിന്റെ മുടിയാന്ന് തെളിയിക്കാത്ത കാലത്തോളം ആ പേരിടണ്ട, അത് അപകടം വരുന്നു. അപ്പൊ അവരുടെ ആളുകൾക്ക് തന്നെ അറിയാം ഇത് റസൂലുള്ളാഹിന്റെ മുടിയല്ല. അവരാളുകൾക്ക് തന്നെ അറിയാവുന്നത് കൊണ്ട് അവർ രഹസ്യമായി പറഞ്ഞു ആ പേരിട്ടാ ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് തൽക്കാലം ഒരു പേര് മാറ്റി. അവർ തന്നെ തർക്കിച്ചപ്പോ സത്യം പുറത്തു വന്നു. അവർക്ക് തന്നെ അറിയാം. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, ഇദാ തഖാസമൽ ലിസാൻ ലഹറൽ മസ്റൂഖ്. രണ്ട് കള്ളന്മാര് തമ്മിൽ തെറ്റിയാൽ കളവ് മുതൽ പുറത്തു ചാടുന്ന, അങ്ങനെ ചൊല്ലുണ്ട് അറബി. അങ്ങനെ കള്ളന്മാര് കട്ട രണ്ടാളും തമ്മിൽ തെറ്റിയാൽ കളവ് മുതൽ പുറത്തു ചാടുമല്ലോ. ഇവര് തന്നെ ഈ കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിച്ചു. പക്ഷെ അവര് തമ്മിൽ തെറ്റി. അവരെ ഉള്ളിൽപ്പെട്ട ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോ പുറത്തു വന്നു സത്യം. ഇത് ചരിത്രത്തിന്റെ ആവർത്തനമാണ്. ചരിത്രത്തിൽ ഇതുപോലെ ഒരുപാട് ആവർത്തനങ്ങൾ സംഭവിച്ചത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രസംഗത്തിൽ. മുസൈലമത്തുൽ കദ്ദാബിന്റെ ചരിത്രവുമായിട്ടാണ് ഇത് ബന്ധപ്പെടുത്തേണ്ടത്. കാരണം അവരുടെ കൂട്ടത്തിൽ തിരുകേശ പള്ളിക്ക് തറക്കല്ലിടുന്നതിന്റെ മുമ്പ് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആള് പറയാ ഇത് തിരുകേശല്ലാന്ന് പുറപ്പല്ലേ, പിന്നെന്തിനാ ആ പേരിടുന്നത്? നമുക്ക് എവിടെയും തട്ടാത്തൊരു പൊതു പേരിട്ടാ പോരെ. അവസാനം അത് അംഗീകരിക്കേണ്ടി വന്നു. കാരണം എന്താ? തിരുകേശമാൻ തെളിയിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവ തൽക്കാലം അംഗീകരിച്ചുകൊണ്ട് പേരിട്ട് മസ്ജിദുൽ ആസാർ. ഇത് ഏതിന് തുല്യമാണ്? മുസൈലമത്തുൽ കദ്ദാബ് നബിയാണ് എന്ന് വാദിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം സിദ്ദീഖ് അക്ബർ തങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഇത്തരം കള്ളപ്രവാചകന്മാരെ കൊണ്ടാണ്. ഈ കള്ളപ്രവാചകനായി ഇദ്ദേഹം വാദിക്കുന്ന കാലത്ത് മുസൈലമത്തുൽ കദ്ദാബിന്റെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇവന്റെ പിന്നാലെ ഇവൻ നബിയാണ് എന്ന് പറഞ്ഞ് വാദിച്ചു നിന്നു. താരീഖിലുണ്ട് ഈ സംഭവം കേട്ടോ. അങ്ങനെ വാദിച്ചു നിന്നപ്പോൾ മുസൈലമത്തുൽ കദ്ദാബിന്റെ അനുയായികളായ പലരും മുസൈലമത്തുൽ കദ്ദാബിനെ പ്രവാചകനായി വാഴ്ത്തിയപ്പോ കൂട്ടത്തിൽ അത്യാവശ്യം തന്റെ ഇടമുള്ള ഒരാൾ, ഇപ്പൊ അവരുടെ കൂട്ടത്തിൽ തന്നെ ബുദ്ധി പറ്റ നശിക്കാത്ത ആളുകൾ മുടി എതിർക്കുന്ന പോലെ ഒരാള് ചെന്നിട്ട് ചോദിച്ചു, ആ ഗോത്രത്തലവനോട് ചോദിച്ചു, നമ്മളെ മുസൈലിമ നബിയാണ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കാം എന്ന് ചോദിച്ചു. കാരണം മുസൈലിമിനെ അവർക്കറിയാം, ഈ മുസൈലിമ നബിയാന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
അതിന് മറുപടിയായി ആ ഗോത്രത്തലവൻ പറഞ്ഞ മറുപടി താരീഖിന്റെ കിതാബിലുണ്ട്. ആ ഗോത്രത്തലവൻ പറഞ്ഞു, ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ആൾക്കാരെ, കാരണം മുസൈലിമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, അവൻ ആ നാട്ടിൽ എങ്ങനെ ജീവിച്ചിരുന്നവൻ, അവൻ നബിയാൻ പറ്റുമെന്നൊക്കെ. അതറിയുന്ന ഈ കുട്ടിയോട് ഇയാൾ പറഞ്ഞു, മോനെ വല്ലാഹി അന്ന മുഹമ്മദ് അല്ല സ്വാദിഖുൻ, മുഹമ്മദ് നബി സത്യപ്രവാചകൻ തന്നെ, തർക്കൊന്നുമില്ല. വഅന്ന മുസൈലിമത്തല കദ്ദാബ്, നമ്മളെ മുസൈലിമ കള്ളൻ തന്നെയാണ്, ഇതിനെ ബഹളം ഉണ്ടാക്കണ്ട. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, നമ്മളെ മുസൈലിമ കള്ളനാന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെന്തിനാ ഓൻ നബിയാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചു. മുസൈലിമ കള്ളനാ നിങ്ങൾ സമ്മതിക്കുന്നു, പിന്നെ മുസൈലിമ നബിയാന്ന് എന്തിനാ പറയണത്? അതിന് മറുപടിയായി ഗോത്രത്തലവൻ പറഞ്ഞത്, എടാ വലാകിന്ന കദ്ദാബ റബിയത അഹബ്ബു ഇലൈനാ മിൻ സ്വാദിഖി മുദർ. എന്താണ് മറുപടി? അവരെ ഗോത്രത്തില്, മുദർ ഗോത്രത്തിൽ ഒരു സത്യവാനായ പ്രവാചകൻ ഉണ്ടാവുന്നതിനേക്കാൾ നമുക്ക് നല്ലത് നമ്മളെ ഗോത്രത്തിൽ കള്ളനായിട്ടെങ്കിലും ഒരു നബി ഉണ്ടാവലല്ലടാ എന്ന് ചോദിച്ചു. ചരിത്രത്തിൽ പറഞ്ഞ മറുപടിയാണത്. നമ്മളെ ഗോത്രത്തിൽ കള്ളനായിട്ടെങ്കിലും നബി ഉണ്ടായിക്കോട്ടെ എന്നതുപോലെ ഇവരുടെ ആന്തരിക ചർച്ച എന്താ? ഇത് കളവുള്ളതാണ് സാധനം എന്ന് ബോധ്യമായിട്ട് ഉള്ളിലൊരു തീരുമാനിച്ചെന്താ? ഈ കള്ളന്മാരൊക്കെ കൂടി തീരുമാനിച്ചെന്താ? നമ്മളെ കയ്യിൽ കള്ളത്തരത്തിലെങ്കിലും നബിന്റെ ഒരു മുടി ഉണ്ടായിക്കോട്ടെ, അതല്ല നല്ലത്. ഇത് ഇസ്ലാമിക പ്രബോധന രീതിയിൽ ശരിയോ തെറ്റോ നിങ്ങൾ പറ. 2 കൊല്ലത്തിലധികമായി ഈ മുടിയുടെ പിന്നാലെ നടന്ന ആള് പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ വെച്ച സത്യം കാസറ്റ് മുഖേന ഇപ്പൊ കാണുന്നുണ്ടല്ലോ. അയാള് തന്നെ ഈ മുടിക്ക് സനതുണ്ടാക്കിയ ആളോട് നേരിട്ട് ചോദിച്ചു അത്രേ, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് പ്രവാചകരുടെ മുടിയാണ് എന്ന് പറഞ്ഞ് സനതുണ്ടാക്കി കൊടുത്തത്? നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്ന്? നിങ്ങൾക്ക് അള്ളാനെ പേടില്ലേ? ചോദിക്കാം. ഈ മുടിക്ക് സനതുണ്ടാക്കിയ ആളോട് മാഹിക്കാരനായ ഒരു ചെറുപ്പക്കാരൻ വ്യക്തമായി ചോദിച്ചു എന്ന് അയാൾ തന്നെ പറയുന്നു. നിങ്ങൾക്ക് എന്തേ ഈ മുടി റസൂലുള്ളാഹിന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിലേക്ക് ഒരു സനത് ഇങ്ങനെ മുട്ടിക്കാൻ വേണ്ടി എഴുതിണ്ടാക്കുമ്പോ കള്ളമുടിക്ക് സനതുണ്ടാക്കാൻ നിങ്ങൾക്ക് പടച്ചോനെ പേടിയില്ലായിരുന്നോ? അതിന് അയാൾ പറഞ്ഞ മറുപടി എന്താ? ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ശമ്പളം പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിരുന്നു. ആ മറുപടി. എന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായ ശമ്പളം കിട്ടി എന്ന് പറഞ്ഞാൽ പൈസ എന്തും കിട്ടിയാൽ എങ്ങനെ എഴുതി കൊടുക്കാം? പണം കിട്ടിയാൽ എന്തും ചെയ്യാമെന്നല്ല അതിന്റെ അർത്ഥം. എനിക്ക് ഇവിടെ കിട്ടിയ ഉദ്യോഗവും എനിക്ക് ഇവിടെ കിട്ടിയ ശമ്പളവും എന്നെ അത്ഭുതപ്പെടുത്തിയപ്പോ ഞാൻ അങ്ങനെ ചെയ്യാൻ നിർബന്ധിതനായി. കളവ് പ്രചരിപ്പിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന ആൾ എത്രത്തോളം തെറ്റായ പ്രവർത്തനമാണ് ചെയ്യുന്നത്? അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി അവരെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ എന്താ കാരണം? ഇത്തരം കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ അവസാന കാലത്ത് എനിക്ക് കഴിയില്ലാൻ തോന്നിയതുകൊണ്ടാണ് മനുഷ്യൻ നല്ല വഴിക്ക് പോന്നു. അവരുമായി അടുത്ത് ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ ഈ ഒരു രീതി സ്വീകരിച്ചെന്തുകൊണ്ടാണ്? കളവുമായി സഹകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട്. സത്യത്തിൽ ഇപ്പൊ അവരെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പരസ്യമായി പറയുന്നു, ആ ഒരൊറ്റ കാസറ്റ് പ്രസിദ്ധീകരിച്ചാൽ പോരെ? റസൂലുള്ളാഹിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിച്ച ഈ ആളുകളെ മഹല്ലത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. ഒരു പണ്ഡിത നേതൃത്വം അവരെ കയ്യിൽ കൊടുക്കാൻ പറ്റുമോ? അവരെന്തും ചെയ്യുമെന്നതിന് തെളിവല്ലേ റസൂലുള്ളാഹിന്റെ പേരിൽ ഈ കളവ് പറഞ്ഞത്? ഈ സത്യം അറിഞ്ഞിട്ടും ന്യായീകരിച്ചുകൊണ്ട് അതിനെ പേരിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു സത്യം സത്യമായി ബോധ്യപ്പെട്ടിട്ടും ഇത് മുടി യഥാർത്ഥമല്ലെന്ന് ബോധ്യപ്പെട്ടിട്ടും അതിന്റെ പേരിൽ പണം പിരിച്ചിട്ടും അതിന്റെ പേരിൽ പള്ളി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും പരസ്യമായി അവരെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ അന്വേഷിച്ച് സനതുണ്ടാക്കിയ ആള് വരെ അത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ആ പ്രസ്ഥാനമാണ് തങ്ങൾക്ക് നല്ലത് എന്ന് കരുതി നിൽക്കുന്ന ആളുകൾ ആത്മാഭിമാനമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു വരേണ്ട സമയമായിട്ടില്ലേ? ഇത് രാഷ്ട്രീയ പ്രവർത്തനം പോലെ ന്യായീകരിക്കാൻ പറ്റിയ കാര്യമല്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനല്ലേ. ദീനിയായ പ്രവർത്തന രംഗത്ത് നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും ബഹുമാനപ്പെട്ട ശംസുലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരൊക്കെ കാണിച്ചൊരു സത്യസന്ധമായ പാതയും ആ സത്യസന്ധമായ പാത മുറുകെ പിടിച്ചു കൊണ്ടുപോകുന്ന അഹ്ലുസുന്നത്തിൽ വൽ ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഇത് അത്ഭുതമാണ്. ഞാൻ ചോദിക്കട്ടെ, പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ കാര്യം ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകൾ എന്തുകൊണ്ടും ഇവരെ കൈയൊഴിയും. ഒരുപാട് മഹല്ലത്തുകളിൽ പുതിയ പ്രശ്നങ്ങൾ ആരംഭിച്ചു. കാരണം എന്താ? ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ് ബോധ്യപ്പെട്ടു തുടങ്ങുന്ന ആളുകൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഗൗരവം നിങ്ങൾ ഓർക്കണം. കളവ് പറയാൻ കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ കളവ് പ്രചരിപ്പിക്കാനായി ഇവർ സമൂഹത്തിൽ ശ്രമിക്കുന്നത്. അത് ഏത് രീതിയിലാണെങ്കിലും ശരി, ചെറിയ കുട്ടികൾക്ക് വരെ ക്ലാസ്സിൽ കൊടുക്കുന്ന ഒരു പഠന രീതി അതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരിക്കലും യാത്രയിൽ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, അള്ളാഹു സമസ്ത കേരള ജമിയത്തുലമയുടെ ഉന്നത ശിഷ്യനായ ഒരു പണ്ഡിതനാണ്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അദ്ദേഹം പറഞ്ഞൊരു അനുഭവം എന്റെ മുമ്പിലുണ്ട്. അദ്ദേഹം ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നേരിട്ട് പറഞ്ഞൊരു സംഭവം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം അത് പറഞ്ഞപ്പോൾ. അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടില്, അവിടെ അപ്പുറത്ത് മറുവിഭാഗത്തിന്റെ പള്ളിയുണ്ട്, ഇപ്പുറത്ത് നമ്മുടെ യഥാർത്ഥ സമസ്ത കേരള ജമിയത്തുലമയുടെ പള്ളിയുണ്ട്. അവര് വെള്ളിയാഴ്ച തങ്ങള് പള്ളി പോകുന്ന ഡ്രസ്സല്ല, തങ്ങളുടെ നാടല്ലേ പള്ളിയോട് വന്ന നേരത്തെ ഒരു കുട്ടി പള്ളിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് തങ്ങളെ അറിയില്ല. ഒരു മുതാലിമായി വയലു പറയാൻ വന്നൊരു കുട്ടിയാണ്. ഞാൻ ഉദാഹരണം സൂചിപ്പിക്കാം. തങ്ങൾ നേരിട്ട് പറഞ്ഞ കാര്യം അവരുടെ ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്റ്റഡി എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ഈ കുട്ടി വന്നിട്ട് പള്ളിയിൽ വയലു പറയാൻ നിൽക്കുന്ന സമയത്ത് ജുമാക്ക് നേരത്തെ വന്നപ്പോ തങ്ങൾ അവിടെ നേരത്തെ ഉണ്ട്.
തങ്ങൾ ഈ കുട്ടിയെ വിളിച്ചിട്ട് തങ്ങൾ ഈ കുട്ടിയോട് ചോദിച്ചു പേരെന്താണെന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു. അപ്പൊ ഈ കുട്ടി മറുപക്ഷത്തുള്ള ആളാണ് തങ്ങൾക്ക് ശരിക്കും ബോധ്യമായപ്പോ തങ്ങൾ ഈ കുട്ടിയോട് ചോദിച്ചു തരാം, മോനെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ പള്ളിയിൽ വന്ന് വയന്ന് പറയും, നമ്മുടെ പള്ളി തൊട്ടപ്പുറത്തില്ല, അവിടെ വയന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ ഈ കുട്ടി പറഞ്ഞത്രേ, ഈ കുട്ടിയുടെ ഭാഷ പറയാ, ഈ കെക്കാരെ പള്ളിയിൽ വയന്ന് പറയാനാണ് ഉസ്താദ് പറഞ്ഞില്ല, നമ്മുടെ പള്ളിയിലല്ല, ഓലെ പള്ളിയിൽ പോയി പറയണമെന്ന ഉസ്താദ് പഠിപ്പിച്ചെന്നിട്ടത്, അവിടെ പോയി പറഞ്ഞിട്ട് പൈസ പിരിപ്പിക്കണം. അപ്പൊ തങ്ങളെ ചോദിച്ചത്രേ, ഒരു പള്ളിയിൽ ഇപ്പൊ വയന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ഒരു വയന്ന് പറഞ്ഞിട്ട് എന്താ കിട്ടുക, വളരെ ചുരുങ്ങിയ പൈസയിലേ കിട്ടും, അതുകൊണ്ടൊക്കെ എന്താവും ചോദിച്ചു. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് വെള്ളിയാഴ്ച പള്ളിയിൽ പ്രസംഗമൊക്കെ നടത്തുക, പ്രസംഗത്തിന്റെ അവസാനം കിതാബ് വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞാൽ മതി. കിതാബ് വാങ്ങാനെന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും കേട്ടിരിക്കുന്ന ആൾക്കാരെ മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും നല്ല സംഖ്യ തരും, അപ്പൊ നല്ലൊരു സംഖ്യ കിട്ടും. അങ്ങനെ കുറെ പള്ളിയിൽ വയന്ന് പറയുമ്പോൾ കുറച്ച് പൈസ കിട്ടും. അതാണ് ഉസ്താദ് പഠിപ്പിച്ചതല്ലേ, ഞങ്ങൾക്ക് ദർസിൽ പറഞ്ഞു തന്നാണ്. അപ്പൊ ചോദിച്ചുത്രേ, അങ്ങനെ എല്ലാ പള്ളിയിലും പോയിട്ട് കിതാബ് വാങ്ങാനെന്ന് പറഞ്ഞ് പ്രസംഗിച്ചാല് പള്ളിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഓതി പഠിക്കാൻ കിതാബൊക്കെ പള്ളിയിൽ ഉണ്ടാവില്ല, പിന്നെ അങ്ങനെ പറഞ്ഞത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി പറഞ്ഞ മറുപടി, അതിന് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു തന്നത് കിതാബ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പുസ്തകം എന്നേ ഉള്ളൂ. പുസ്തകം എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെടും, വാരിക വാങ്ങാം, പത്രം വാങ്ങാം, ഒക്കെ നമുക്ക് വാങ്ങാം, അതിനൊക്കെ ഈ പണം ഉപയോഗിക്കാം, അതോടൊന്നും കുഴപ്പമില്ല. ആ നീയത്ത് വെച്ചിട്ട് നമ്മുടെ വാരികകളോ നമ്മുടെ പത്രങ്ങളോ വാങ്ങാന്നുള്ള നീയത്തിൽ കിതാബ് വാങ്ങാനെന്ന് പ്രസംഗിച്ചാൽ മതി. അപ്പൊ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ദർസിൽ കൊടുക്കുന്ന ഒരു സ്റ്റഡി ക്ലാസ് എങ്ങനെയുണ്ട്? ആളുകളുടെ മുമ്പിൽ വ്യാജം പറയാനും അതുവഴി പണം പിരിക്കാനുമുള്ള ഒരു പരിശീലനം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത സഭയുടെ പ്രവർത്തനവുമായി ഇത് എത്രത്തോളം യോജിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവിടെയാണ് നമ്മൾ അതിനോട് യോജിക്കുന്നത്. നമ്മളിപ്പോ നമ്മുടെ പ്രസ്ഥാനം SKSFിലേക്കാണെങ്കിലും SOS-ലേക്കാണെങ്കിലും നമ്മുടെ ഏതെങ്കിലും പ്രസ്ഥാനത്തിലേക്കാണെങ്കിലും ഒരാളിതിലേക്ക് അടുക്കുന്നതിന് വേണ്ടി ഒരു വ്യാജം പോലും പറയാൻ പാടില്ല. ഇല്ലാത്തൊരു കാര്യം അവതരിപ്പിച്ചുകൊണ്ട് ഒരുത്തനെ പോലും ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം നമ്മളെ അങ്ങനെ തെറ്റു പറഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനം വളർത്താൻ ആരേൽപ്പിച്ചു? ഇത് അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കൾ സ്ഥാപിച്ച പ്രസ്ഥാനമാണ്. നമ്മളെന്നും പ്രസംഗം കൊണ്ടോ നമ്മളെന്നും പ്രവർത്തനം കൊണ്ടോ അല്ലത് വലുതാകുന്നത്. ഇതിനെ വലുതാക്കാനും ഇതിനെ ഉയർത്തുവാനും പടച്ചറപ്പ് തീരുമാനിച്ചതാണ്. ആരെതിർത്താലും എങ്ങനെ വന്നാലും ശരി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകും, ഒരു തർക്കവുമില്ല. പ്രവർത്തിച്ചാൽ നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടും, പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് അതിന് നഷ്ടം ഉണ്ടാവുന്നേ ഉള്ളൂ. നമ്മൾ ആരും പ്രവർത്തിച്ചില്ലെങ്കിലും മൺമറഞ്ഞു പോയ മഹത്തുക്കളുടെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരും, ഉറപ്പാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രത്യേകതയും അതിന്റെ സവിശേഷതയും അതാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യാജത്തിലൂടെ ഉള്ള ഒരു പ്രവർത്തനം ഈ സംഘടനക്ക് ആവശ്യമില്ല. നമ്മൾ അവിടെ നിന്നാൽ മതി. കണ്ണിയത്ത് ഉസ്താദിന്റെ ഒക്കെ ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിങ്ങളൊക്കെ അറിയാമല്ലോ, ആരെങ്കിലും കണ്ണിയത്ത് ഉസ്താദിന് കൊണ്ടുപോയിട്ട് ഒരു 10 രൂപ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കണ്ണിയത്തുമായി ബന്ധമുള്ള ആളുകൾ പലരും ഉണ്ടാവും. ജീവിതകാലത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരും അദ്ദേഹത്തെ കണ്ടവരുണ്ടാവും. എന്റെ അനുഭവമുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട എത്രയോ ആളുകൾ പറയുന്നത് നേരിട്ട് കേൾക്കുകയും അനുഭവിച്ച ആളുകളെ കാണുകയും ചെയ്തു. 10 രൂപ നമ്മൾ കൊടുത്താൽ, എത്ര രൂപ നമ്മൾ കൊടുത്താലും കണ്ണിയത്ത് 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അത് സ്വീകരിക്കും. 1 അല്ല 2 അല്ല 3 ചോദ്യം ചോദിക്കും. ഒന്നാമതായി ചോദിക്കും, നിനക്കെന്താ ജോലി എന്ന് ചോദിക്കും. നിനക്കെന്താണ് ജോലി എന്ന് ചോദിക്കുന്നതിലൂടെ കണ്ണിയത്ത് ഉദ്ദേശിക്കുന്നത് ഇവൻ ചെയ്യുന്ന ജോലി ഹലാലായ ജോലിയാണോ, ഈ പൈസ നല്ലതിന് പറ്റുമോ എന്നാ നോക്കുന്നത്. രണ്ടാമത് ചോദിക്കും, നിനക്കെത്ര ശമ്പളം അല്ലെങ്കിൽ വരുമാനം ചോദിക്കും. അതെന്തിനാ? ഇവന് ഇത് തരാനുള്ള കപ്പാസിറ്റിന് വീടൊന്നും ശ്രദ്ധിക്കാതെ വീട്ടിലൊന്നും കൊടുക്കാതെയാണോ അവൻ ചെയ്യുന്നതെന്ന് ചോദിക്കട്ടെ. കാരണം വീട്ടിൽ ശ്രദ്ധിക്കുക എന്നുള്ളൊരു മനുഷ്യന്റെ പ്രഥമ ബാധ്യതയല്ലോ. ഇപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് തീരെ ശ്രദ്ധിക്കാതെ കാര്യങ്ങൾ നോക്കാതെ വെറും സംഘടനാ പ്രവർത്തനം നടത്തിയാൽ എങ്ങനെയാ? ചാപ്പനങ്ങാടി ബാബുസിലയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ സ്മരണയിലൂടെ വായിച്ചു നോക്കിയാൽ മതി. കോട്ടക്കൽ പാലപ്പുറ പള്ളിയിൽ അദ്ദേഹം പല സ്ഥലത്തും ദിക്റഹൽക്ക സ്ഥാപിച്ച ആളാ. കോട്ടക്കലെ പാലപ്പുറ പള്ളിയിൽ ഒരു ദിക്റഹൽക്ക അദ്ദേഹം സ്ഥാപിച്ചതാ. ആ ദിക്റഹൽക്കയിൽ അദ്ദേഹം ദിക്റഹൽക്കയിൽ നേതൃത്വം കൊടുക്കുകയാണ്. ദിക്റഹൽക്കയിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരു ദിക്ർ ഇങ്ങനെ ചൊല്ലുമ്പോൾ ഒരാൾ വന്നിട്ട് ഹൽക്കയിലിരുന്നു. ഒരു സാധാരണക്കാരൻ വന്ന് ദിക്റഹൽക്കയിലിരുന്നു. ഇരുന്നപ്പോ അദ്ദേഹം മുഖത്തേക്ക് തന്നെ നോക്കിയത്. അദ്ദേഹത്തിന് ആളുകളുടെ മുഖത്ത് നോക്കിയാൽ കാര്യം മനസ്സിലാവും. മുഖത്തേക്ക് തന്നെ നോക്കിയപ്പോൾ അയാൾ ഇവിടെ വിളിച്ചു, അടുത്തേക്ക് വിളിച്ചപ്പോൾ അടുത്ത് വന്നിരുന്നു. അവനോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് ഭക്ഷണമൊന്നും കൊണ്ടുപോയി കൊടുത്തിട്ടില്ലല്ലോ, നിന്റെ ഭാര്യയും മക്കളും നിന്നെ കാത്തിരിക്കുക, അവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊണ്ടുപോയി കൊടുക്കും, നീ ദിക്റല്ല പോയിക്കോന്നാണ് ഓടിച്ചു കൊടുത്തു. വീട്ടിലേക്കൊന്നും കൊണ്ടുപോയി കൊടുക്കാതെ അവൻ വലിയ ആളായി ദിക്റെല്ലാം വന്നിരിക്കുക. അവൻ ഓടിച്ചു വിട്ടു ദിക്റൽ ഹൽക്ക്. എന്താ കാരണം? അവന്റെ പ്രഥമ ബാധ്യത അവന്റെ ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കല. അവർക്കൊന്നും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാതെ ഇവിടെ ദിക്ർ ചെല്ലാൻ ഇരുന്നിട്ട് കാര്യമില്ല. എന്താ എന്റെ അർത്ഥം? അവകാശ ബാധ്യത നിർവഹിക്കണം എന്നർത്ഥം. ഇതാണ് ഇസ്ലാമിന്റെ താല്പര്യം. ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തെ പുറത്താൻ നിങ്ങളെ ഭാര്യനും മക്കളും പട്ടിണി കിട്ടി ഇവിടെ ഇസ്ലാമിക് സെന്റർ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമല്ല. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് ഒഴിവ് കിട്ടുന്ന സമയം വെറുതെ TV കണ്ടും വെറുതെ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതിന് പകരം ഹറാമായ കാര്യത്തിലേക്ക് പോകുന്നതിന് പകരം പുണ്യമുള്ള പ്രവർത്തനത്തിൽ ഒരുമിച്ച് കൂടാ. ബാധ്യതകൾ നിർവഹിച്ച ശേഷമുള്ള പ്രവർത്തനം അതാ പ്രധാനം.
ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ രണ്ടാമത്തെ ചോദ്യം അത് എന്താ കാരണം? ഇവന് ശമ്പളം കിട്ടുന്ന മുഴുവൻ എനിക്ക് കൊണ്ടുവരാ, അത് വീട്ടിലേക്ക് കൊടുക്കാനും അങ്ങനെ കാര്യം നിർവഹിക്കാനും കഴിച്ചിട്ട് ബാക്കി തരാൻ ഉണ്ടാവുമെന്ന നോക്കുന്ന അത്ര വരുമാനം. മൂന്നാമത് അദ്ദേഹം ചോദിക്കും, ഇത് എന്തിനാ എനിക്ക് തരുന്നത്, എന്തിനാ വെക്കുന്നത്? ഒരുപക്ഷെ ഇന്ന് തന്ന് നാളെ ഉള്ള കള്ളപ്പത്ത് പോകാൻ വന്നാലോ? അപ്പൊ അവന്റെ ഉദ്ദേശം എന്താണ്, എന്തുകൊണ്ടാണ്? ഈ മൂന്ന് കാര്യങ്ങൾ ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ഒരു 10 രൂപ സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ സ്വഭാവത, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനത്തെ സത്യസന്ധന്മാരായ ആളുകൾ വളർത്തി ഉയർത്തി കൊണ്ടുവന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേര് വെച്ചിട്ട് കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയോ തെറ്റോ നിങ്ങൾ ചിന്തിക്കുക. ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തനം നടത്തിയാൽ ജനങ്ങൾക്ക് ഇതിനുള്ള മതിപ്പ് പോയില്ലേ? ആളുകൾക്ക് ഇതിനുള്ള മതിപ്പ് പോയാൽ പിന്നെ എങ്ങനെ സമസ്ത വളരും? സാമ്പത്തിക സൗകര്യം കൊണ്ടാണോ സമസ്ത വളർന്നത്? അല്ല. പ്രസംഗന്മാരുടെ പ്രസംഗത്തിന്റെ മിടുക്ക് കൊണ്ടാണോ സമസ്ത വളർന്നത്? അല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളർന്നതും അതുകൊണ്ട് പ്രസിദ്ധീകരണങ്ങൾ കൊണ്ടാണോ സമസ്ത വളർന്നത്? ഇപ്പോഴും ഒരു പ്രസിദ്ധീകരണം, ഒരു പത്രം പോലും ശരിക്കില്ല. അതിന്റെ പ്രവർത്തനം തുടങ്ങി അതിന്റെ ഊർജിതമായി മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. ഇതൊന്നുമില്ലാതെ ഇത്രയും ഉയർച്ചയിലേക്ക് സമസ്ത എത്തി. എന്തുകൊണ്ടാ? ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ കൊണ്ടു നടന്ന മഹത്തുക്കളുടെ ഇഖ്ലാസ്. അവിടെ പടച്ചറപ്പിന്റെ അപാരമായ സഹായം സമസ്തക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സഹായം കൊണ്ടാണ് കേരളത്തിൽ വലിയ പ്രസിദ്ധീകരണാലയമുള്ളവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, ശാസ്ത്രീയമായ സംവിധാനത്തിലൂടെ സംഘടന വളർത്താൻ ശ്രമിച്ച ആളുകൾക്ക് പോലും എത്താൻ കഴിയാത്ത വലിയ വൈപുല്യമാർന്ന ഒരു ജനകീയ അടിത്തറയുടെ വേദിയിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വന്നത്. മറക്കാൻ കഴിയുമോ നമുക്ക്? നമ്മുടെ നേതാക്കൾ അവരുടെ ജീവിതത്തിൽ ദഅവത്ത് മുഖമുദ്രയാക്കി പ്രവർത്തിച്ച ആളുകൾ. എല്ലാ രംഗത്തും അവരുടെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ. ഉദാഹരണമായി നിങ്ങൾ നോക്ക്, മഹാനായ CH ഹൈദർ റസൂലിനെ പോലുള്ള ആളുകൾ അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. എന്തെങ്കിലും ഒരു ചെറിയ പ്രവർത്തനം അവർ നടത്തുന്നുവെങ്കിൽ അത് ഒരാളെ നന്നാക്കാനോ നന്മയിലേക്ക് നയിക്കാനുള്ള പ്രവർത്തനമായി. ഹൈദർ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം നോക്ക് നിങ്ങൾ. അദ്ദേഹത്തിന്റെ സ്മരണികയിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ പലപ്പോഴും നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്റെ സംഘടനാ പ്രവർത്തനോട് ക്ലാസ്. അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയാൽ ഒരു പ്രവർത്തകനെ സൃഷ്ടിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ നയമാണ്. മൻ ജഖസ ഓസിയൻ ഫകഅന്നമാ ഓസാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഒരു യോദ്ധാവിനെ തയ്യാറാക്കി നിർത്തിയാൽ അവൻ യുദ്ധം ചെയ്തവനെ പോലെയാണ്. പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു പ്രവർത്തകനെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ പ്രവർത്തിച്ചതുപോലെയാണ്. അവൻ നിങ്ങൾ പ്രവർത്തിക്കണം, ഒരു പ്രവർത്തകനെ സൃഷ്ടിച്ചെടുക്കണം, അതാണ് കടമ. ഒരു പ്രവർത്തകനെ സൃഷ്ടിച്ചെടുക്കലാണ് നമ്മുടെ മുഖമുദ്ര. ഹൈദർ റസൂൽ ഒരു പ്രദേശത്ത് എന്നാൽ പ്രവർത്തകനെ സൃഷ്ടിച്ചെടുക്കും, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും, അതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. അദ്ദേഹത്തിന്റെ ജീവിത രീതി അതാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അദ്ദേഹം മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ സ്മരണികയിൽ നിങ്ങൾ വായിച്ചിരിക്കും ഒരു പക്ഷേ, അദ്ദേഹത്തിന്റെ സ്മരണികയിൽ ഇ മുഹമ്മദ് സാർ ലേഖനം എഴുതി. പ്രൊഫസർ ഇ മുഹമ്മദ് സാർ എന്ന് പറഞ്ഞ ദാറുഹുദയിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഒരു പ്രമുഖനായ നേതാവാണ്. അദ്ദേഹം PSMO കോളേജിൽ നിന്ന് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരിക്കെ വോളണ്ടറി റിട്ടയർമെന്റ് ചെയ്തിട്ട് VRS വാങ്ങിയിട്ട് അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഹൈദർ റസൂൽ ഉസ്താദ് മരിച്ചതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചത്. ഹൈദർ റസൂൽ ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് ഹൈദർ റസൂൽ ഉസ്താദും അദ്ദേഹം ഒരു യോഗത്തിന് പോയ സംഭവം അദ്ദേഹം വിശദീകരിച്ചു. രണ്ടുപേരും കൂടി ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഒരിക്കൽ അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു. അവർ രണ്ടുപേരും മംഗലാപുരത്ത് പോയി. മംഗലാപുരത്ത് നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗ്രാമപ്രദേശത്ത്, അവിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് കുറച്ച് ആളുകൾ പോയി ഒരു ഹോട്ടലൊക്കെ തുടങ്ങി. അവരവിടെ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയപ്പോൾ അവർക്ക് ആ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നല്ല പ്രവർത്തനം നടത്താൻ തോന്നിയപ്പോ അവിടേക്ക് ബഹുമാനപ്പെട്ടവർ വിളിച്ചു കൊണ്ടുപോയതാണ് പ്രസംഗത്തിന് വേണ്ടി. അപ്പൊ EM സാറും കൂടെ പോയി. അങ്ങനെ രണ്ടുപേരും അവിടെ ചെന്ന് ഒരു പ്രസംഗമൊക്കെ നടത്തി. ആ പ്രസംഗം കഴിഞ്ഞ് പോരുന്ന രംഗത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പിന്നീട് എഴുതുന്നു. ഹൈദർ റസൂൽ മരിച്ച ശേഷം ഹൈദർ റസൂൽ സ്മരണികയിൽ, ആ സ്മരണികയിൽ അദ്ദേഹം എഴുതുന്ന വാചകം ശരിക്കും കാണാൻ കഴിയും. ഇവര് മംഗലാപുരത്തിനപ്പുറത്ത് മംഗലാപുരത്തിനപ്പുറത്ത് ദൂര സ്ഥലത്ത് പോയിട്ട് പ്രഭാഷണം നടത്തിയിട്ട് തിരിച്ചു പോരുമ്പോൾ, പ്രസംഗമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് സംഘാടകർ പറഞ്ഞു ഇനി നമ്മൾ കൊണ്ടാക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണവർക്ക് സന്തോഷമായി. അങ്ങനെ തിരിച്ച് അദ്ദേഹത്തെ മംഗലാപുരത്ത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ഹൈദർ റസൂൽ സംഘാടകരോട് പറഞ്ഞു, ഇനിയിപ്പോ തൽക്കാലം കാറൊന്നും വേണ്ട, മംഗലാപുരത്ത് ട്രെയിൻ ഇറങ്ങിയിട്ട് മംഗലാപുരത്ത് കാറ് കൊണ്ടാ പോയത്. അങ്ങനെ അവിടെ യോഗം കഴിഞ്ഞ് തിരിച്ചു പോയിരുന്ന സമയത്ത് ഹൈദർ റസൂൽ പറഞ്ഞു, ഇനിയിപ്പോ കാറൊന്നും വേണ്ട, ഏതൊരു വാഹനം പിടിച്ചാൽ ഞങ്ങൾ പോയിക്കോളാം, കാരണം മംഗലാപുരത്ത് നിന്നാ ട്രെയിനിന് ടിക്കറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് മംഗലാപുരത്തേക്ക് എങ്ങനെ എത്തിയാൽ മതി, അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ട്രെയിനിന് ടിക്കറ്റ് ഉണ്ട്, സുഖമായിട്ട് ഞങ്ങൾക്ക് പോകാന്ന് പറഞ്ഞു. ആ സംഘാടകർക്ക് അത് വലിയ ആശ്വാസമായി, വളരെ സന്തോഷമായി. കാരണം നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ അങ്ങനെയുള്ള ഒരു യോഗത്തിന് കൊണ്ടുവരുന്ന അത്ര സന്തോഷം പിന്നെ തിരിച്ചു കൊണ്ടാക്കാൻ ഉണ്ടാവില്ലല്ലോ. അത് പൊതുവെ അങ്ങനെ ഒരു ധാരണയാണ്, മൊത്തത്തിലൊരു പൊതുധാരണയാണ്. അവർക്ക് ആശ്വാസമായി, വളരെ സന്തോഷമായി.
സന്തോഷമായപ്പോ അവരെന്ത് ചെയ്തു, വേഗം ഒരു വാഹനത്തിന് കൈ കാണിച്ച ഒരു ലോറിയെ, ആ ലോറിയിലാണ് അദ്ദേഹത്തെ കയറ്റിയത്. സുബ്ഹാനല്ലാഹ്, രാത്രി ഒരു ലോറിയിൽ കയറുന്നു. ഇത് EM സാർ എഴുതുന്ന ആ വാചകം ഞാൻ അതേപോലെ പറയാം. വാഹനത്തിൽ കയറി ഐദ്രോസ് മുസ്ലിയാർ ആ ഡ്രൈവറൊക്കെ പരിചയപ്പെട്ട്, ഡ്രൈവറോട് വിഷയങ്ങളൊക്കെ ചോദിച്ച്, പേരൊക്കെ ചോദിച്ച് പരിചയപ്പെട്ട് നോക്കുമ്പോ ഡ്രൈവർ അവന്റെ നാട്ടിലെ RSSന്റെ കാര്യവാഹ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകനാണ്. അപ്പൊ ക്ലീനറും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ രണ്ടുപേരോടും ഐദ്രോസ് മുസ്ലിയാർ സംസാരിക്കുന്നു. പക്ഷേ EM സാർ എഴുതുന്നു, എനിക്കെന്റെ മനസ്സിലെ ഭയം മാറുന്നില്ല, എന്റെ മനസ്സിലെ ഭയപ്പാട് എനിക്ക് മാറുന്നില്ല. അങ്ങനെ അർദ്ധരാത്രി അന്യപ്രദേശത്ത് മംഗലാപുരം വരെയുള്ള നീണ്ട യാത്രയിൽ വളരെയധികം ഭയപ്പെട്ടുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഐദ്രോസ് മുസ്ലിയാർക്ക് യാതൊരു ഭയപ്പാടില്ല. അദ്ദേഹം ഡ്രൈവറോട് സംസാരിക്കുന്നു, ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുന്നു, സൂക്ഷിക്കാൻ പറയുന്നു, വീട്ടുകാര്യങ്ങൾ ചോദിക്കുന്നു, ഇങ്ങനെ പോലും. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, മംഗലാപുരത്തെത്തിയിട്ട് ആ വാഹനം ഇറങ്ങുന്ന സമയത്ത് ഈ ഡ്രൈവർ ചെയ്ത പ്രവർത്തനം എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് EM സാർ എഴുതിയത്. എന്താ ഡ്രൈവർ ചെയ്തത്? ലോറിയുടെ ഡ്രൈവർ ഐദ്രോസ് മുസ്ലിയാരോട് വളരെ വിനയത്തോടു കൂടി ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞു, ഒരു ഉപകാരം ചെയ്യണം. എന്താ ഉപകാരം? ക്ലീനറുടെ കൈ ബലമായി ഇങ്ങോട്ട് പിടിച്ചിട്ട് ഐദ്രോസ് മുസ്ലിയാരുടെ കയ്യിലേക്ക് ആ കൈ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഐദ്രോസ് മുസ്ലിയാരോട്, ഈ ബഹുമാനപ്പെട്ട പണ്ഡിതനോട് മുഖത്ത് നോക്കി വളരെ ഭവ്യതയോടുകൂടി ഡ്രൈവർ പറഞ്ഞു, ഈ ക്ലീനർ, എന്റെ ക്ലീനർ ഇടക്കിടക്ക് കള്ളുടിക്കും, ഞാൻ എത്ര പറഞ്ഞിട്ടോ നിർത്തുന്നില്ല, നിങ്ങളെ കയ്യെ പിടിച്ചൊന്ന് സത്യം ചെയ്താൽ ഇവനെ അവൻ കുടിക്കൂല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇവനോട് ഇനി കുടിക്കൂല എന്നുള്ളത് സത്യത്തിന്റെ വാക്കുകൾ ചെയ്യിച്ചിട്ട് ഇറങ്ങിയാൽ മതി. RSSകാരനായ ഡ്രൈവർക്ക് ഒരു അരമണിക്കൂർ നേരത്തെ യാത്രക്കിടയിൽ ഈ മനുഷ്യന്റെ കയ്യെ പിടിച്ച് എന്റെ ക്ലീനർ സത്യം ചെയ്താൽ കുടിക്കൂലാൻ തോന്നാൻ കാരണം എന്താ? ആ സമയത്തിനടുക്ക് ബഹുമാനപ്പെട്ടവർ അവനോട് പെരുമാറിയ പെരുമാറ്റത്തിൽ നിന്നും ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ നിന്നും അവൻ അളന്നെടുത്തതാണ്. അതാണ് ദഅവത്ത്. നമ്മുടെ നേതാക്കളെ മറ്റൊരാൾ പരിചയപ്പെട്ടാൽ, ഒരു അമുസ്ലിം പരിചയപ്പെട്ടപ്പോൾ അവന്റെ മനസ്സിലുണ്ടായ മാറ്റം അതാ. എന്താ? അവരെ പെരുമാറ്റത്തിൽ നിന്ന് നൈർമല്യം, ആ സത്യസന്ധത. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ പഠിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ എല്ലാവർക്കും ഒരു ആദരവും ബഹുമാനവും ഉണ്ടാവും. ആ ഖൗഫ് അതാണ്. നേരെ മറിച്ച് ഈ തോതിലുള്ള കളവും വ്യാജവും നമ്മുടെ കയ്യിൽ നിന്ന് വന്നാൽ ആരെങ്കിലും നമ്മളെ മാനിക്കുവോ? ആർക്കെങ്കിലും നമ്മളെ കുറിച്ച് മതിപ്പുണ്ടാവോ? 1000 പ്രസംഗത്തെക്കാൾ ഉപകരിക്കും ഒരു മനുഷ്യന്റെ വ്യക്തിത്വം. അതാണ് പേഴ്സണാലിറ്റി. അത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് പോയാൽ ഉണ്ടാവൂല. ആ ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ചെറുശിരസ്ഥാവത്ത് അധിക സമയം നിർത്താൻ പറ്റില്ല. അതിന് മാനവകാണ്ട പ്രസംഗം കൂടെ നടക്കേണ്ടതുണ്ട്. അവിടെ ഞാൻ അവസാനിപ്പിക്കും. എന്റെ ഉദ്ഘാടനം മാത്രം ഏൽപ്പിച്ചു. ഒരുപാട് കാര്യം നമ്മുടെ സമത്വയുടെ ആ നൈർമല്യമാർന്ന പ്രവർത്തനത്തെ കുറിച്ച് ഒരുപാട് കാര്യം നമുക്ക് പറയാം. ഒരു വഴികളിലും പഴക്കാതെ പോയ, ഒന്നിനോടും കലഹിക്കാതെ പോയ, എന്നാൽ ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ വളരെ മനോഹരമായി കേരളക്കരയിൽ ഒരു വിവാദവും ഉണ്ടാക്കാത്ത പ്രസ്ഥാനമാണ് സമത്വ കേരള ജമിയത്ത്. അതാണ് സമത്വയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കുഴപ്പമുണ്ടാക്കാൻ എവിടെയും പോയിട്ടില്ലല്ലോ. നമ്മൾ ആരോടും ഒരു പ്രശ്നത്തിനോ ഒരു കുഴപ്പത്തിനോ ഒന്നിനും പോയിട്ടില്ല. നമ്മുടെ രീതിയും ഭംഗിയും അതാണ്. നമ്മുടെ മുഅല്ലിങ്ങളും ഒക്കെ അങ്ങനെ തന്നെ. ഉദാഹരണമായിട്ട് നമ്മൾ സമത്വം വേറിട്ടതിന് ശേഷം എന്തൊക്കെ പ്രശ്നം പല സ്ഥലത്തും നമ്മുടെ ഇവിടെ ഒരു പ്രശ്നക്കാരായിട്ടുണ്ട്. ഞാൻ തന്നെ പലപ്പോഴും എന്റെ പ്രവർത്തന മുഅല്ലിം സഹോദരങ്ങൾ അത്ഭുതത്തോടു കൂടി വീക്ഷിക്കാറുണ്ട്. കാരണം എന്താ? നമ്മുടെ മുഅല്ലിങ്ങൾക്ക് ഒരു പ്രത്യേകത, പട്ടിണി കിടന്നാൽ പോലും മറുഭാഗത്തിന്റെ മദ്രസയിൽ അവർ ജോലി ചെയ്യാൻ പോകില്ല. 10,000 തരാൻ പറഞ്ഞാൽ നിങ്ങളാരും പോകില്ലല്ലോ, ഉറപ്പല്ല. നേരെ മറിച്ച് മറ്റോരോ തക്കം കിട്ടിയാൽ നമ്മളെ മദ്രസയിൽ കയറി ജോലി ചെയ്യും. എന്നിട്ടോ മൂസാ നബി ഫിർഔന്റെ കൊട്ടാരത്തിലാണ് വളർന്നത്, ഫത്വയും കൊടുക്കും. അങ്ങനെ ആ മഹല്ലത്തിൽ പ്രശ്നത്തിന്റെ തുടക്കമായി. ഓരോ പ്രദേശത്തും തുടക്കത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ ഇതാ. സത്യസന്ധമായ ഒരു ലൈനിൽ നിൽക്കുകയും ആ സത്യം ശരിക്കും പ്രചരിപ്പിക്കുകയും ചെയ്താൽ എന്ത് കുഴപ്പമുണ്ടാവുക? ആ നമ്മളൊക്കെ സത്യത്തിന്റെ കൂടെ നിൽക്കണമെന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള പ്രധാന കാര്യം. വ്യാജത്തെ തള്ളിക്കളയണം. സമൂഹത്തിൽ നമുക്ക് മതിപ്പില്ലാതെയാക്കുന്ന പ്രവർത്തനത്തിന്റെ പിന്നിൽ എവിടെയുണ്ടായി? പണം കിട്ടുമായിരിക്കാം. റസൂലുള്ളാഹിന്റെ മുടി തന്നെ എത്ര ആൾക്ക് മുക്കി കൊടുത്ത് വെള്ളം. ഇപ്പൊ അവര് തന്നെ തർക്കിച്ചിട്ട് അവരെ കേസറ്റൊക്കെ കേൾക്കുന്നതാരോ സത്യം പറഞ്ഞപ്പോ അവരുമായി സ്വകാര്യ സംഭാഷണം നടത്തിയാൽ അതൊരു മുസ്ലിമിന്റെ മുടിയാന്ന് വരെ അവർക്ക് വിശ്വാസമില്ല. അതാണ് ഏതോ ആളെ മുടി മുക്കി കൊടുത്ത് എത്ര സാധുക്കളെ വയറ്റിലാക്കിയ വെള്ളം. പടച്ച റബ്ബിനോട് നാളെ സമാധാനം പറയേണ്ടി വരില്ലേ? നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ. അതൊരു മുസ്ലിമായ മനുഷ്യന്റെ മുടിയാണെന്ന് പോലും ഇപ്പൊ അവർക്ക് വിശ്വാസമില്ല. നമ്മളല്ല പറയുന്നത്, നമ്മൾ അത്രത്തോളം കടന്നു പറഞ്ഞിട്ടില്ല. ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഈ രീതിയിൽ വഞ്ചിക്കാൻ ആർക്ക് കഴിയും? അത്തരം വഞ്ചനകൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക. അവർ നന്നായില്ലെങ്കിലും ഈ സമൂഹം അതിൽ അകപ്പെട്ടു പോകരുതല്ലോ. അതിനൊരു ശ്രമമെങ്കിലും നമ്മൾ നടത്തണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വരുന്ന ചെറുശിരുസ, നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗവും പെരുമാറ്റവും രീതിയും കണ്ടു ഒരു വ്യാജമല്ലല്ലോ, ഒരു കാപ്പട്യമില്ല, ഒരു ജാടയില്ല. നമ്മളെ നേതാക്കളൊക്കെ അങ്ങനെയായിരുന്നു. ആ നേതാക്കളെ കാണുകയും മനസ്സിലാക്കുകയും
അള്ളാഹുവിലേക്ക് ജനങ്ങളെ നയിക്കുന്ന പാതയിൽ ഒരു ജാടയുടെയും ആവശ്യമില്ല. ആ രീതിയിൽ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വചനത്തിൽ ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കളമ്പാടി സാറിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത ശിഷ്യനും അദ്ദേഹത്തിന്റെ ഖാദിമും കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട ആനമങ്ങാട് മുഹമ്മദ് കൈസി, അതിനെക്കുറിച്ച് പറയാനുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അവരൊക്കെയാണ് നമ്മുടെ മാതൃക. അവരുടെ കൂടെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഈ പ്രവർത്തനം നമുക്കൊരു കാരണമാക്കി അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. വാ ഖുർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.